ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പൊടീനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മുൾത്താനി മിട്ടി എന്ന് പറയുന്ന ഒരു പൊടി. ഈ ഒരു പൊടി നിങ്ങൾ വാങ്ങി വെക്കുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഈ സ്കിൻ കെയർ ചെയ്യുന്നവരാണ്, മുഖം നല്ല നിറം വെക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പൊടി വീട്ടിൽ വാങ്ങി വെക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഓയിലി സ്കിന്നിലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഇത് ഏറ്റവും നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് യൂസ് ചെയ്യുക, പക്ഷേ ഓയിലി സ്കിന്നിന് ഒരു സ്പെഷ്യൽ റിസൾട്ട് ആയിരിക്കും. അവരെ എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ 1 ടീസ്പൂണോളം മുൾത്താനി മിട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കോഫി പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തത്. ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ദിവസവും നിങ്ങൾ മുഖത്ത് തേക്കുകയെന്നാണെങ്കിലുണ്ടല്ലോ, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളെ മുഖത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അത്ര അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇനി ബാക്കി എല്ലാ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തായാലും മുഖത്തേക്ക് യൂസ് ചെയ്യുക. അലോവേര പോലത്തെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഈ പാക്കിന് ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു പാക്ക് ഇട്ടാൽ മുഖം ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഗ്ലോ വരാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. മുൾത്താനി മിട്ടി നമ്മൾ ജസ്റ്റ് മുഖത്ത് തേച്ചിട്ട് കഴുകിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു തരം കളിമണ്ണാണ്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പൊടിയാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക്, ഈ ഒരു പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ റേറ്റിന് ഇത് നമുക്ക് ഓൺലൈൻ ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്. പല ബ്രാൻഡിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, ആയുർവേദിക് ഷോപ്പിൽ കിട്ടും, ഈ അങ്ങാടിപ്പിടികളിലെല്ലാം സുലഭമായി കിട്ടുന്ന ഒരു പൊടിയാണിത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളിതൊന്ന് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. ദിവസവും ഇത് തേക്കുക എന്നാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ കോഫി പറ്റാത്തവരാണെങ്കിൽ കോഫിക്ക് പകരം മഞ്ഞൾ യൂസ് ചെയ്യുക. ഇനി മഞ്ഞൾ പറ്റാത്തവരാണെങ്കിൽ മഞ്ഞളിന് പകരം കോഫി യൂസ് ചെയ്യുക. കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയാലും മതി. ഇത് നമ്മൾ ഫേസിലേക്ക് വെറുതെ വാരി തേച്ച് കൊടുക്കാറ്. 2 മിനിറ്റ് മസാജ് ചെയ്ത് തന്നെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 25 മിനിറ്റ് എങ്കിലും ഇത് മുഖത്തേക്ക് വെക്കുക. അതിനുശേഷം ഇത് സാധാരണ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങളൊന്ന് കഴുകിക്കളയുക കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കഴുകിയെടുക്കുന്ന സമയത്തും ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം കഴുകിയെടുക്കാൻ നോക്കേണ്ടത്. അപ്പോൾ മുഖത്തുനിന്ന് ഇതിങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരു അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പൊടി നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങി വെക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് പൈസ വേസ്റ്റ് ആവില്ല. നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പൊടിയാണ് ഈ മുൾത്താനി മിട്ടി എന്നാണ് ഇതിന് പറയുക. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.